ആശയബലിഷ്ഠത കൈവരിക്കാൻ, അതുറപ്പിക്കാനുള്ള തുറന്നിട്ട സംവാദങ്ങളാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി KLF വേദിയിൽ നടക്കുന്നത്. കേരളമെന്ന ഭൂമികയിൽ അനുഭവ എഴുത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മുടെ വേദിയിൽ പ്രതിസന്ധികളെ തരണം ചെയ്ത, വലിയ വിലക്കുകളെ തരണം ചെയ്ത് തങ്ങളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയ 2 വ്യക്തിത്വങ്ങളാണ് നമുക്ക് അതിഥിയായി വന്നിട്ടുള്ളത്. ഒരാളെ നിങ്ങൾക്ക് അറിയാം, കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ. ആ പുസ്തകം കേരളത്തിൻ്റെ എന്നല്ല, മലയാളികളുടെ ഇടയിൽ ഒരു സൂപ്പർ ഹൈവേയിൽ എന്ന പോലെ സഞ്ചരിച്ചു. മാത്രമല്ല എല്ലായിടത്തും അതിന് സ്റ്റോപ്പുകളുണ്ടായി. എന്ന് പറഞ്ഞാൽ അത്രയും വായനക്കാരുണ്ടായി. 40,000 കോപ്പികളാണ് കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ സ്വന്തമാക്കിയത്. രണ്ടാമത്തെ ആൾ, ആ പേര് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാം ജീവിതത്തിൽ എത്രമാത്രം അവർ വേട്ടയാടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ പുസ്തകം മടം വിട്ടവൾ. അതിൽ തന്നെ ആ ഹെഡിങ്ങിൽ തന്നെ ഉണ്ട്. അവരുടെ പുസ്തകത്തിലൂടെ നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് പരിചിതമല്ലാത്ത തീവ്രമായ വലിയ പ്രശ്നങ്ങളെ അവർ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. 2 പേരെയും KLFൻ്റെ വേദിയിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആദ്യമായി ബാബുവേട്ടനോടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കണ്ണുനീർ താങ്കളെ അനുസരിച്ചിട്ടില്ല, അതങ്ങനെ ഒഴുകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നന്ദിക്കുന്നേൽ മേരി. ഈ പുസ്തകത്തിലെ അവതാരികയിൽ അഷ്ടമൂർത്തി പറയുന്നുണ്ട്, കളം നിറഞ്ഞാടുകയാണ് നന്ദിക്കുന്നേൽ മേരി. അവർ പറയുന്ന ആമുഖ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, തോണി, അതായത് തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതിനും മേലെ തോണി വെക്കണമെന്ന്. ഇങ്ങനെ യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിലെ ഹീറോയിൻ അവരാണ്. അവരെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ പുസ്തകത്തിൽ നമ്മുടെ സെഷൻ്റെ ടൈറ്റിൽ പറയുന്നത് പോലെ ഒരുപാട് മൗനങ്ങൾ, ആ മൗനങ്ങൾക്ക് ശേഷമാണ് പുസ്തകം വന്നിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴും ചിലത് എഴുതിയിട്ടുണ്ടാവില്ല. പ്രിയപ്പെട്ട അമ്മയെക്കുറിച്ച്, അവരെക്കുറിച്ച് എഴുതാത്ത തീവ്രമായ അനുഭവങ്ങൾ കൂടി ചേർത്തുകൊണ്ട് നന്ദിക്കുന്നേൽ മേരിയെക്കുറിച്ച് സംസാരിക്കാനാണ്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാനാണ് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. എല്ലാവർക്കും നമസ്കാരം. KLFൻ്റെ വേദിയിൽ ഇങ്ങനെ വന്നിരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് തന്നെ കടക്കാം. കമ്പിളികണ്ടത്തെ കൽഭരണികളിൽ മാത്രമല്ല, ഞാനിവിടെ ഇരിക്കാൻ പോലും കാരണം നന്ദിക്കുന്നേൽ മേരിയുടെ ത്യാഗവും അവർ തന്ന ജീവിതവുമാണ്. നന്ദിക്കുന്നേൽ മേരി എന്ന് പറയുന്ന ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തയും ഏറ്റവും ബുദ്ധിമതിയും ഏറ്റവും സുന്ദരിയുമായ സ്ത്രീയാണ് എനിക്ക് ജീവൻ തന്നതും ജീവിതം തന്നതും. ഒരു പുസ്തകത്തിലെ 207 പേജിൽ എഴുതപ്പെടാവുന്നതോ അതിൽ ലിമിറ്റ് ചെയ്യാവുന്നതോ അല്ല ആ അമ്മയുടെ ജീവിതം. ഒരു കാലഘട്ടത്തിലെ ദാരിദ്ര്യത്തോടും ഇല്ലായ്മയോടും ആണധികാരത്തോടും പാത്രിയാർക്കിയോടും പൗരോഹിത്യ മേധാവിത്വത്തോടുമെല്ലാം വിമോചന സമരം എന്ന മട്ടിൽ നടത്തിയ ഒരു സമരമായിരുന്നു മേരിയുടെ ജീവിതം. അതുകൊണ്ട് തന്നെ ഈ 51-ാം വയസ്സിലും എൻ്റെ സിരകളിൽ ഓടുന്ന രക്തം അമ്മയുടെ രക്തമാണ്. ആ രക്തമാണ്, ആ ചിന്തകളാണ് എൻ്റെ ഊർജം. അവരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. കമ്പിളികണ്ടത്തെ കൽഭരണികളിൽ എഴുതിയതിലൊന്നും ഫിക്ഷനില്ല.
കമ്പളികണ്ടത്തെ കൽഭരണികളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവനും സത്യമാണ്. എന്നാൽ എൻ്റെ 26 വയസ്സ് വരെ ഉള്ള ജീവിതത്തെ പറഞ്ഞിരിക്കുന്ന ആ പുസ്തകത്തിൽ എല്ലാ സത്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. പിന്നെ മേരി എന്ന് പറയുന്ന അമ്മ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ത്യാഗം സഹിച്ച, കഷ്ടതകൾ അനുഭവിച്ച, വയറ് മുറുക്കി ഉടുത്ത് മക്കൾക്കും ഭർത്താവിനും കുടുംബത്തിലുള്ളവർക്കും വേണ്ടി ഭക്ഷണം കരുതിയ, സ്വന്തം വിശപ്പ് മറന്നുപോയ, മറന്നു കളഞ്ഞ, മറച്ചു വെച്ച ഓരോ അമ്മമാരുടെയും പ്രതീകമാണ് നന്ദികുന്നേൽ മേരി. നമ്മളുടെ ഇന്നത്തെ തീൻമേശകളുടെ ആഘോഷങ്ങൾക്കും നമ്മളുടെ പാർട്ടികൾക്കും എല്ലാം കാരണഭൂതയായ ഒത്തിരി അമ്മമാർ നമുക്കുണ്ട്. അങ്ങനെ ത്യാഗം സഹിച്ച എല്ലാ ഫാത്തിമമാരുടെയും, എല്ലാ വിലാസിനിമാരുടെയും, എല്ലാ മറിയാമ്മമാരുടെയും പ്രതീകമാണ് നന്ദികുന്നേൽ മേരി. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകത്തിൽ കോറിയിടാവുന്നതല്ല അവരുടെ ജീവിതം. മൗനമുള്ളത് കൊണ്ടല്ല, കാരണം ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന മൗനവും വളരെ വാചാലമാണ്. മരിയ റോസിയോടാണ്, താങ്കൾ മഠം വിട്ടു എന്ന് മാത്രമല്ല സായിപ്പിനെ കല്യാണം കഴിച്ചു, തീർന്നില്ല, പിന്നീട് പുസ്തകവും എഴുതി. വലിയ വിമർശനമാണ് സഭയോട്, അതുമായി ബന്ധപ്പെട്ട ആളുകളോട് താങ്കൾ ഉയർത്തിയിരിക്കുന്നത്. പക്ഷേ 20 വർഷമായി മഠം വിട്ടിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും കാലം അതിനുവേണ്ടി കാത്തിരുന്നത്? എല്ലാവർക്കും നമസ്കാരം. സ്ട്രേറ്റ് ടു ദ ക്വസ്റ്റ്യൻ. ഞാൻ മഠം വിട്ടു പോന്നിട്ട് തന്നെ 25 വർഷമായി. എന്തുകൊണ്ടാണ് ഇത്ര മൗനം എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഞാൻ പുസ്തകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ തന്നെ കെട്ടിപ്പടുത്തേണ്ടി വന്ന ആ വർഷങ്ങൾ ആദ്യമായി എനിക്ക് ജീവിച്ചു തുടങ്ങണമായിരുന്നു. എ റൂം ഓഫ് വൺ സോൾ എന്ന് പറയുന്ന പോലെ എനിക്കൊരു മേശയും ഒരു കസേരയും എഴുതാനുള്ള ഒരു സമയവും സാഹചര്യവും ഒത്തുവരാൻ 25 വർഷമെടുത്തു. അതുമാത്രമല്ല, മഠത്തിൽ നിന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് പല വിലക്കുകളാണ്. മിണ്ടിപ്പോകരുതെന്ന് കേട്ടാണ് ചെറുപ്പം മുതൽ പഠിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾ, കന്യാസ്ത്രീ മഠം വിട്ടുപോകുന്ന ഒരു വ്യക്തി വളരെയധികം വിലക്കുകൾ മറികടന്നാണ് ആത്മകഥ എഴുതുന്നത്. ആത്മകഥ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയെ തന്നെയും കുടുംബത്തെയും വ്യവസ്ഥാപിത മത സാഹചര്യങ്ങളെയും ഒക്കെ വൾണറബിൾ ആക്കിക്കൊണ്ടാണ് നമ്മൾ ആത്മകഥ എഴുതുന്നതാണ്. എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് പലരും മൗനം പാലിക്കുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് മൗനം പാലിക്കേണ്ടതല്ല. കോൺവെൻറ്റിനുള്ളിലും ഞങ്ങളെ എൻകറേജ് ചെയ്തത് ഗ്രേറ്റ് സൈലൻസ് ആയിരുന്നു. ചിരിച്ചു തീരാത്ത ചിരികളെ അമർത്തിക്കൊണ്ട് എപ്പോഴും സൈലൻ്റ് ആയിരിക്കുക എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത്. വീട്ടിലും അങ്ങനെയായിരുന്നു, പെണ്ണുങ്ങൾ അധികം മിണ്ടരുത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ബ്രേക്ക് ദ സൈലൻസ്, ബ്രേക്ക് ദ സ്റ്റോറി. അതിനുശേഷം ജീവിതത്തിൻ്റെ പല വഴികളിൽ കൂടെ നടന്നാണ് അവസാനം ഒരു 12 വർഷം മുമ്പ് ഞാനൊരു ജീവിത പങ്കാളിയെ കണ്ടുമുട്ടുകയും ഞങ്ങൾ ഹാപ്പി ആയിട്ടുള്ളൊരു ജീവിതം ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ബാബു ഇബ്രാഹിമിനോടാണ്. താങ്കളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. അനാഥാലയത്തിൽ വെച്ച് മലം ചുമന്നിട്ടുണ്ട്. സ്കൂളുകളിൽ വലിയ ബോഡി ഷെയ്മിങ് നേരിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, സ്കൂൾ വിട്ടതിന് ശേഷം ഡിഗ്രി 1ാം റാങ്ക് നേടിയിട്ട് പോലും വലിയ വിവേചനം മെത്രാനടക്കം കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെ സഹപാഠികൾ, ടീച്ചർമാർ, സമൂഹത്തിലെ പല വിധത്തിലുള്ള ആളുകൾ താങ്കളോട് വളരെ മോശമായി പെരുമാറിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് തോന്നുന്നു? അവരോടൊക്കെ ക്ഷമിച്ചുകൂടെ? എനിക്ക് ആരോടും ഒരു കുഴപ്പമില്ല. ഈ മലം ചുമന്നു എന്നൊക്കെ പറയുമ്പോഴേക്കുവേ നമ്മൾ ഓർക്കുന്നത്, എനിക്ക് ചിലപ്പോഴൊക്കെ ചിലരുടെ മെസ്സേജ് വരാറുണ്ട്, 1.5 വർഷക്കാലം നീ അവിടുത്തെ തിന്നിട്ട് ഇപ്പം അവരെ അവഹേളിക്കുന്നോടാ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജുകൾ കിട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ അത് വായിക്കുമ്പോൾ വായനക്കാരിക്ക് തോന്നുന്ന ഒരു വേദന, ഒരു ഉള്ളിലെ നീറ്റലാണ് അവിടെ ഒരു വെറുപ്പിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാക്കുന്നത്. നേരെ മറിച്ച് അന്ന് മലം വള്ളിക്കൊട്ടയിൽ ചുമന്നു പോകുമ്പോൾ ഈ രൂപത്തിൽ ഒലിച്ചിറങ്ങുന്ന തീട്ടം അതെനിക്കൊരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഞാൻ വളരെ സത്യസന്ധമായിട്ടാണ് പറയുന്നത്.
ഒരു പ്രതീക്ഷയായിരുന്നു തീട്ടമൊലിച്ചിറങ്ങുമ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പുസ്തകം വായിച്ചിട്ട് ഒരു ചേച്ചി എഴുതി, വിസർജ്യം എന്ന വാക്ക് ഉപയോഗിച്ചുകൂടായിരുന്നോ ഈ തീട്ടം വിസർജ്യം എന്നൊരു വാക്ക് മലയാളത്തിൽ ഉണ്ടെന്ന് പോലും 8 വയസ്സുള്ള ബാബുവിന് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരം കിട്ടുന്ന ചോറും ഏത്തക്ക തൊലി പൊളിക്കാതെ ഇട്ട് വെച്ച ഇറച്ചിക്കറിയുമായിരുന്നു അന്നത്തെ എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ എനിക്ക് അനാഥാലയം ഈ പറഞ്ഞതുപോലെ അവിടെ ചുമന്ന തീട്ടം ട്രോമയൊന്നും തന്നിട്ടില്ല. ട്രോമാറ്റിക് ആയിട്ട് എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സെക്ഷൽ അബ്യൂസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ആയിരുന്നത് മാത്രമാണ്. അത് നോർമലാണെന്നും ആണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് എന്നോടൊരു പുസ്തക പ്രമോഷന് വേണ്ടി ഒരു അനാഥശാലയിൽ പോയി ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിന് നോ പറയും. ഒരു പുസ്തകം എഴുതിയത് കൊണ്ട് നോ പറയാനുള്ള ഒരവകാശവും ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല. പിന്നെ ഈ മെത്രാനെ വിമർശിച്ചു, ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിൽ പോലും സഭയുടെ ചില കാര്യങ്ങളെ വിമർശിക്കുന്നു എന്നൊക്കെയുള്ള ആക്ഷേപമുണ്ട്. ചില തീവ്ര വലതുപക്ഷ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നുള്ള സ്ക്രീൻഷോട്ടുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഈ അടുത്ത കാലത്ത് അത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കമലാദാസിൻ്റെ പുസ്തകമാണ് അവസാനം വായിച്ച മലയാള പുസ്തകം. 25 വർഷത്തിന് ശേഷമാണ് പിന്നെ മലയാളം വായിക്കുന്നത്. അപ്പോൾ ഇനി ഇവൻ എന്ന് മതം മാറും എന്നാണ് നോക്കേണ്ടതെന്ന് പറഞ്ഞൊരു ചർച്ചയുടെ സ്ക്രീൻഷോട്ട് കിട്ടി. അയച്ചു തന്നയാൾക്ക് ഞാൻ അയച്ചു കൊടുത്ത മറുപടി ഇത്രയേ ഉള്ളൂ: ഒരു പേര് കണ്ടെത്തി വെച്ചാൽ ആ പണി എളുപ്പമാകുമല്ലോ, അത്രേ ഉള്ളൂ. ഇനി ഈ മതം എന്ന് പറയുന്ന സിദ്ധാന്തത്തെ ഈ പറഞ്ഞ മെത്രാൻ നമുക്ക് 100ൻ്റെ 10 നോട്ടുകൾ തന്ന് റാങ്ക് കിട്ടിയ കുട്ടിയെ തന്നു വിടുമ്പോൾ അതൊരു മോശം അവസ്ഥയായിട്ടോ അതെന്നെ ഇന്ന് ഹോണ്ട് ചെയ്യുന്നതായിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് പറ്റുന്നതൊക്കെ ചെയ്തു. നമ്മൾ അതിനെക്കുറിച്ച് ഐ എം ലീസ്റ്റ് ബോതഡ് അബൌട്ട് ഇറ്റ്. എൻ്റെ കൺസേൺ എന്ന് പറയുന്നത് ഇന്ന് കമ്പളികണ്ടത്തെ കൽഭരണികൾ വായിക്കുന്നയാൾക്ക് തീട്ടം ചുമക്കുമ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തിയ ആളാണ് ഞാൻ. അത് ചോറായിരിക്കും പ്രതീക്ഷ. വൈ കാൺ വി ഡു ഇറ്റ്? അടുത്തത്, മെത്രാൻ 100ൻ്റെ നോട്ട് തന്ന് അവിടെ ആചാരവെടിമുഴക്കി അരമനയുടെ പിറകിലെ അവർ ആഘോഷമായ ഊണുമുറിയിലെ അവസാനത്തെ പന്തിയിൽ ജാതിയിൽ താണവനെ പോലെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയപ്പോഴും എനിക്കുണ്ടായ സന്തോഷം എന്ന് പറയുന്നത് ഇതിൽ നിന്നും, ഈ ചേറിൽ നിന്നും താമര പിഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്നെൻ്റെ ജീവിതത്തിലും നമുക്ക് അപമാനങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. 26 വയസ്സ് വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ആളുകളെ കുറ്റപ്പെടുത്തി, സഭയെ അല്ലെന്ന് വിമർശനം, ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഒരു വിടവിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്ക് ക്രിസ്തുവിനെ ഇഷ്ടമാണ്. ഒരു മതങ്ങളോടും എനിക്ക് വിയോജിപ്പില്ല. ബാബു എന്ന് പറയുന്നയാൾ ഫാത്തിമ ഉമ്മയുടെ വയറ്റിലായിരുന്നു ജനിച്ചതെങ്കിൽ എൻ്റെ പേര് മുസ്തഫ എന്നാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ കമ്പളികണ്ടത്തെ കൽഭരണികളുടെ കഥാപരിസരം എന്ന് പറയുന്നത് ഇസ്ലാമികമാകുമായിരുന്നു. വിലാസിനി അമ്മയുടെ വയറ്റിലായിരുന്നു ഞാൻ ജനിച്ചിരുന്നെങ്കിൽ ഞാൻ ദാമോദരനാകുമായിരുന്നിരിക്കാം. അപ്പോൾ എൻ്റെ കൽഭരണികളുടെ കഥാപരിസരം ഹൈന്ദവമാകുമായിരുന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾ എല്ലാ മതങ്ങൾക്കും ബാധകമാണ്. സങ്കൽപ്പിച്ചു കുറിച്ച് തന്നിരിക്കുന്ന കഥകളുടെ ഉത്ഭവത്തിൽ നിന്ന് പുറത്തേക്കൊഴുകിയ ഈശ്വര ആശയങ്ങളിൽ വിശ്വസിച്ച് ഏതുമാകാം, അത് ഇസ്ലാമാകാം, ക്രൈസ്തവമാകാം, ഹൈന്ദവമാകാം, എന്തുമാകട്ടെ, അത് എന്നെ നിന്നെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു മനുഷ്യനാക്കുന്നുവെങ്കിൽ പ്രാക്ടീസ് ഇറ്റ്. പക്ഷേ നിന്റെ മതം, എൻ്റെ മതം തീർത്തും വികലമായ ഒരു മനുഷ്യ സങ്കല്പത്തിലേക്കും മനുഷ്യാശയത്തിലേക്കും എന്നെ നയിക്കുന്നുവെങ്കിൽ, നിന്നെ നയിക്കുന്നുവെങ്കിൽ, ക്വിറ്റ് ഇറ്റ്, ബിക്കോസ് ഇറ്റ് ഈസ് ടോക്സിക്. താങ്ക് യു. മഠത്തിൽ വിട്ടവൾ എന്നൊരു ടൈറ്റിലാണ് പുസ്തകത്തിലുള്ളത്. ഈ മഠത്തിൽ ചേരുകയാണല്ലോ. അപ്പം യഥാർത്ഥത്തിൽ ബാബു എബ്രഹാമിൻ്റെ ജെസ്സി മഠത്തിൽ ചേർന്നവരാണ്. അപ്പോൾ അത് വിട്ടു. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ചില സമാനതകളുണ്ട് ചില കാര്യത്തിൽ. രണ്ടുപേരും 2 ജീവിതമാണ്.
ഈ മഠത്തിൽ വിട്ടവൾ എന്ന ഒരു ഹെഡിങ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈയിടെ ഒരു കന്യാസ്ത്രീ എന്നോട് ചോദിച്ചു, മരിയ, നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട് 15-ാം വയസ്സിൽ മഠത്തിൽ പോയവരല്ലേ, ചേർന്നവരല്ലേ, എന്തുകൊണ്ടാണ് മഠത്തിൽ വിട്ടവൾ എന്നുള്ള ഒരു ടൈറ്റിൽ കൊടുത്തതെന്ന് പറഞ്ഞ് അവർ രോഷം കൊള്ളുകയായിരുന്നു. ഞാൻ ചോദിച്ചു, 15 വയസ്സിൽ ഏജ് ഓഫ് കൺസെൻറ്റിന് മുമ്പ്, അറിവില്ലാത്ത കാലഘട്ടത്തിൽ, ഒരു 1970s നമ്മൾ മഠത്തിൽ പോയതല്ല, നമ്മളെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങോട്ട് അയക്കപ്പെട്ടതാണ്. പേരൻസ് മാത്രമല്ല അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. മതം എന്ന പ്രസ്ഥാനം, കന്യാസ്ത്രീ മഠം എന്ന പ്രസ്ഥാനം തന്നെയാണ് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എനിക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസമോ ഭക്ഷണമോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് മഠത്തിൽ പോകേണ്ട ആവശ്യമുണ്ടായിരിക്കില്ല. 10ാം ക്ലാസ് പാസ്സായ എന്നെപ്പോലെയുള്ള വളരെ ചുരുക്കം ആൾക്കാർക്ക് 9 ചിൽഡ്രനുള്ള ഒരു കുടിയേറ്റ മേഖലയിൽ നിന്ന് ഉള്ള എനിക്ക്, എൻ്റെ പേരൻസിന് അറിയില്ല ഈ കൊച്ചിനെ എന്ത് ചെയ്യണം. 5ാമത്തെ കുട്ടിയാണ്, ആദ്യമായിട്ട് SLC പാസ്സാകുന്നതാണ് ഒരാൾ വീട്ടിൽ. ആ കുട്ടിയെ എന്ത് ചെയ്യണം? PDCക്ക് വിടാനുള്ള യാതൊരു വകയുമില്ല. അപ്പോഴാണ് ആൻറ്റി പറയുന്നത്, എൻ്റെ കൂടെ പോരെ. അപ്പോൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുള്ള ആ വേദപാഠ ക്ലാസ്സിലെ പ്രബോധനങ്ങൾ, പ്രീസ്റ്റ് ആൻഡ് നൺസിൻ്റെ പ്രചോദനങ്ങൾ, വൊക്കേഷൻ പ്രൊമോഷൻ എന്നും പറഞ്ഞ് നമ്മളുടെ പുറകെ വരിക. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എനിക്ക് മഠത്തിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് ഞാൻ തന്നെ പോയതല്ല, എന്നെ പല പ്രസ്ഥാനങ്ങൾ ചേർന്ന് വിട്ടതാണെന്ന് എനിക്ക് തിരിച്ചറിയാൻ കുറേ വർഷങ്ങൾ വേണ്ടി വന്നു. തിരിച്ചറിഞ്ഞ് 37ാം വയസ്സിൽ ഞാൻ മഠം വിട്ടവളായി. മഠം വിട്ടവൾ ഭൂമിക്ക് തന്നെ ഭാരമെന്നാണ് ക്രിസ്ത്യാനിറ്റിയിലുള്ള വിചാരം. അവൾ ശാപമാണ്, മഠം ചാടിയാണ്, പേരൻസിന് നാണക്കേട്, കുടുംബത്തിന് നാണക്കേട്, തറവാട്, കത്തോലിക്ക സഭയെ നിങ്ങൾ അപമാനിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണവും തന്നു. ഒരു കന്യാസ്ത്രീ എന്നോട് ചോദിച്ചതെന്നാണ്, ഞങ്ങളുടെ കയ്യെ നീ തിരിച്ചു കുത്തിയില്ലേ, ഷെയിം ഓൺ യു, ഐ ആം എഷെയിംഡ് ഓഫ് യു. ഞാൻ പറഞ്ഞു, ബി പിറ്റി യുവർ സെൽഫ്, ഡോണ്ട് പിറ്റി മീ, ഐ ആം ഹാപ്പിയർ ടുഡേ, ഐ ആം ഫുൾഫിൽഡ് ടുഡേ. സോ മഠത്തിൽ ഞാൻ എഴുതിയിരിക്കുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്, ഓരോ 15-കാരിയും മഠത്തിൽ പോകുന്നതല്ല, അവളെ വിടുന്നതാണ്. ഓക്കെ. നന്ദികുന്നൽ മേരി കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികളിൽ താങ്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് പല അവസരങ്ങളിലും ശക്തമായി ഇടപെടുന്നുണ്ട്. അതിൽ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട വാക്യമുണ്ട്, നീ മറ്റാരെങ്കിലും ഒഴുക്കിൽപ്പെടുമ്പോൾ ആ ചങ്ങാടം, വള്ളികൾ കൊണ്ട് ഉണ്ടാക്കിയ ആ ചങ്ങാടം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന്. അങ്ങയുടെ കൂടെ അനാഥാലയത്തിൽ മറ്റു പല അവസരങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന വിക്രമൻ, രാജേട്ടൻ, സുബേദ തുടങ്ങി ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. ഒരുപക്ഷെ ജീവിത വഴിയിൽ പ്രയാസപ്പെട്ടു പോയ അങ്ങനെയുള്ള ആളുകൾക്ക് താങ്കളുടെ കൈകൾ നീട്ടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിവരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പണ്ട് അനാഥശാല നിൽക്കുമ്പോഴേ പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. അത് മാതൃഭൂമി ഓൺലൈനിൽ എഴുതിയ ഒരു ചാപ്റ്ററിൽ എഴുതിയിട്ടുണ്ട്. ആ സഭയുടെ പള്ളിയിൽ ഞായറാഴ്ച പോകുമ്പോൾ ഗൾഫിൽ നിന്ന് ദുബായിൽ നിന്ന് വന്നൊരു കുടുംബം ഉണ്ടായിരുന്നു. അവർ കുറേ പുസ്തകവും കുറച്ച് തുണികളും സാധനങ്ങളും ഒക്കെ തന്നിട്ട് നമ്മളെ നിരത്തി നിർത്തി ഫോട്ടോ എടുക്കും. അന്ന് ഈ കൊഡാക്കിൻ്റെ ഫിലിം ഇട്ടതാണ്. അപ്പോൾ നമ്മൾ പല്ലൊക്കെ തള്ളിയായിരിക്കും. ഇപ്പം ജ്യോതിഷ് ചോദിച്ച പോലെ പല്ലൊന്നും പൊങ്ങിയിട്ടില്ല. അത് ഭക്ഷണം കഴിച്ച് ശരീരം വികസിച്ച് കവളിയാടിയപ്പോൾ തിരിച്ചറിയാത്തതാണ് ഈ പല്ല് പൊങ്ങിയത് മാറിയത്. അപ്പോൾ ഈ നമ്മൾ സഹായിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ വിവരിക്കുമ്പോൾ നമ്മൾ അന്ന് ഫോട്ടോ എടുത്തവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നില്ല. പക്ഷേ കമ്പളികണ്ടത്തെ കൽഭരണികൾ ഇപ്പോൾ 40,000 അല്ല, 52 53 പതിപ്പാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഓടുന്നത്. 75 പതിപ്പ് വരെ ഇപ്പോൾ പ്രിൻ്റിലാണ്. അടുത്ത ആഴ്ചയോടുകൂടി ഇപ്പോൾ 75-ാം പതിപ്പിലാണ് പ്രിൻ്റിലിരിക്കുന്നത്. ഇതിൻ്റെ റോയൽറ്റി ഒന്നും ഞാൻ മാതൃഭൂമിയിൽ നിന്ന് കൈപ്പറ്റുന്നില്ല. ഇത് മുഴുവനും ഷീബ അമീർ എന്ന് പറയുന്ന സൊളേസ് എന്ന സ്ഥാപനത്തിന് നടത്തുന്ന സ്ത്രീ, എൻ്റെ അമ്മയെപ്പോലെ തന്നെ എൻ്റെ അമ്മ 4 മക്കളെ വളർത്തിയത്. 1000കണക്കിന് കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും നോക്കി നടത്തുന്നുണ്ട്. അവർക്കാണ് ആദ്യത്തെ 50 പതിപ്പിൻ്റെ തുക മുഴുവനും കൊടുക്കുന്നത്. എന്തായാലും നന്ദികുന്നൽ മേരി സന്തോഷിക്കുന്നുണ്ടാവും. ഉണ്ടാവും. ഇനി അടുത്ത പതിപ്പുകളിലേക്കുള്ളത് നന്ദികുന്നേൽ മേരിയുടെ തന്നെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ആരംഭിച്ച് അതിലൂടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ
സഹായം എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മേരി എന്ന് പറയുമ്പോൾ മേരി ഒരു ഫിനോമിനനാണ്. ഐ നെവർ സോ സമ്മൺ സോ എക്സ്ട്രാordinary ലൈക്ക് ഹെർ. ഓരോ സ്ത്രീയും അങ്ങനെയാണ്. അവളിൽ നിറഞ്ഞു നിൽക്കുന്ന, അവളിൽ ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന, ഇനി ചിലപ്പോൾ ചാരം മൂടി കിടക്കുകയായിരിക്കും, കത്തുന്ന കനലുകൾ അവളിലുണ്ട്. അത് അപ്പനങ്ങ് പോയപ്പോൾ ഒരു സർവീസായിരുന്നു ശരിക്കും. മേരിയുടെ മുകളിലുണ്ടായിരുന്ന ആ ചാരമെല്ലാം അങ്ങ് കാറ്റിനങ്ങ് പറന്നുപോയി. അപ്പോൾ മേരി അങ്ങ് ആളിക്കത്തി. മേരി എന്നെ അംബീഷ്യസ് ആകാൻ മാത്രമല്ല പഠിപ്പിച്ചത്. നമ്മളിവിടെ സ്ത്രീ വിമോചനത്തിന് വേണ്ടി പലതും പറയും. ബട്ട് ഐ തിങ്ക് ദാറ്റ് മേരി ഈസ് ദ ഫോർമോസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് സൗണ്ട്ഫുൾ ഫെമിനിസ്റ്റ് ദാറ്റ് ഐ ഹാവ് കം അക്രോസ്. അതെന്താണ്? എൻ്റെ 3 പെങ്ങന്മാരെയും പോലെ തന്നെ വീട്ടിൽ പെരയടിക്കാനും മുറ്റമടിക്കാനും ചമ്മന്തി അരയ്ക്കാനും കപ്പ വേയിക്കാനും പാത്രം കഴുകാനും വെള്ളം ചുമക്കാനും ഒക്കെ തുല്യമായി പരിശീലിപ്പിച്ച ആളാണ് മേരി. വഴിയിൽ കൊടി പിടിച്ച് ബാനറുമായി നടക്കുന്നതിലൂടെ സ്ത്രീ വിമോചനം സാധ്യമാകുന്നില്ല. എന്നെ പൊങ്കാലയിടണ്ട. സാധ്യമാകുന്നത് നമ്മളുടെ വീട്ടിലുള്ള അമ്മമാർ അവരുടെ ആൺമക്കളെ കൃത്യമായും സ്ത്രീയെ ബഹുമാനിക്കാനും അവളെ നോക്കുമ്പോൾ അവളുടെ മാറിടവും അവളുടെ പിറകുവശവും മാത്രമല്ല കാണേണ്ടതെന്നും നോക്കേണ്ടതെന്നും അവരെ പറഞ്ഞുകൊടുത്ത് വളർത്തണം. അപ്പോൾ മാത്രമേ നല്ല പുരുഷന്മാർ, സ്ത്രീയെ മാന്യമായി നോക്കുന്ന പുരുഷന്മാർ ഈ ലോകത്തുണ്ടാവുള്ളൂ. കഞ്ഞി വെക്കുന്നതും കറി വെക്കുന്നതും സ്ത്രീകൾക്ക് പതിച്ചു കൊടുത്തിരിക്കുന്ന വേലയല്ല എന്ന് പഠിപ്പിക്കേണ്ടത് അമ്മമാരാണ്. അത് നടക്കുമ്പോൾ യഥാർത്ഥ തുല്യത കൈവരും. താങ്ക് യു. എന്തായാലും വലിയ സന്തോഷം. അങ്ങയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. ദന്തിക്കുന്നൽ മേരി രാത്രികാലത്ത് വീട്ടിലേക്ക് വരുമ്പോൾ നിന്നെ തിരയുന്നു ഞങ്ങളൊന്നായി എന്ന പാടാറുണ്ട്. അങ്ങ് ആ ദൈവ വഴിയിൽ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇത്തരം പാട്ടുകൾ സ്വകാര്യ സമയത്തെങ്കിലും അല്പം പേടിയുള്ള സമയത്ത് അങ്ങനെ ദൈവത്തിനോട് പ്രാർത്ഥിക്കാറുണ്ടോ? ജസ്റ്റ് പ്ലെയിൻലി സ്പീക്കിംഗ്, ഞാൻ ഇന്നൊരു ദൈവവിശ്വാസിയല്ല. കാരണം എനിക്ക് ദൈവമുണ്ടെന്നുള്ള യാതൊരു എവിഡൻസും ഇതുവരെ ലഭിച്ചിട്ടില്ല. മഠത്തിനുള്ളിൽ 20 വർഷം കുർബാന സ്വീകരിച്ചും തിയോളജി പ്രീസ്റ്റ് പഠിക്കുന്ന ഒപ്പം 3 years പഠിച്ചും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് മതം എന്നത്, ദൈവം എന്നുള്ളത് ഒരു കോൺസെപ്റ്റാണ്. അത് പുരുഷനാൽ നിർമ്മിക്കപ്പെട്ട് സ്ത്രീകളുടെ ബാധ്യതയാണ് കൊണ്ടു നടക്കുക എന്നുള്ളതും, അതിൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ കാലക്രമേണ മതം വിട്ടുപോയതും അല്ലെങ്കിൽ മതം എന്നെ വിട്ടുപോയത്. ഇന്ന് ഞാൻ ഒരു വിശ്വാസി അല്ല എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്നു എന്ന് എൻ്റെ ബുക്കിൽ എഴുതിയിട്ടുമുണ്ട്. താങ്ക് യു. ഇനി ഓഡിയൻസിന് രണ്ടുപേരോടും ചോദിക്കാനുള്ള അവസരമാണ്. ഗുഡ് മോർണിംഗ്. ഫാനസ്ട്രികളെ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. ബാബു സാറോടാണ്. നന്ദികുന്തേൽ മേരിയാണ് പ്രധാന കഥാപാത്രം എന്ന് പറഞ്ഞു. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലെ കുടിയേറ്റ മേഖലകളിൽ തൊട്ട അയൽവക്കത്തെ വീടുകളിലൊക്കെ ഇത്തരം മേരിമാർ ഉണ്ടായിരുന്നിരിക്കില്ലേ? നന്ദികുന്തേൽ മേരിയെ പറ്റി പറയാൻ ഒരു ബാബുമോൻ ഉണ്ടായതുകൊണ്ടായിരിക്കാം നന്ദികുന്തേൽ മേരി നമുക്കിടയിൽ ഇത്രമേൽ ആഘോഷിക്കപ്പെടുകയല്ല, നമ്മളൊക്കെ അറിയേണ്ടതായിരുന്നു. തൊട്ട അയൽവക്കത്തെ വീടുകളിലൊക്കെ ഇത്തരം മേരിമാരുണ്ടായിരുന്ന ഒരു പരിസരത്തല്ലേ സാറ് ജീവിച്ചിരുന്നത് എന്നൊരു ചോദ്യമാണ്. മറ്റൊന്ന്, സാറുടെ പുസ്തകവുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിമർശനങ്ങൾ നമ്മുടെ നാട്ടിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിൽ തന്നെ സാർ സൂചിപ്പിച്ചതുപോലെ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരിട്ടുള്ള ആക്രമണങ്ങൾ. ഇപ്പോൾ വിമർശനങ്ങളെ നേരിടുന്നതിന് പകരം വിമർശിച്ച ആളെ വിമർശകനെ ഇല്ലാതാക്കുക എന്ന ഒരു ശൈലിയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത്, സാർ ഇപ്പോൾ പറഞ്ഞ വെട്ടാൻ പോയ വടി കൊണ്ടുള്ള അടി ഇനി അവർക്കെതിരെ ആയിരിക്കുമോ, ഞങ്ങൾ കാത്തിരിക്കണമോ എന്നാണ്. ആദ്യത്തെ ഭാഗം ഞാൻ പറഞ്ഞത് തന്നെയാണ്. മേരി എൻ്റെ അമ്മയായതുകൊണ്ടാണ് ഞാൻ മേരിയെക്കുറിച്ച് എഴുതിയത്. അതുപോലെയുള്ള ഒത്തിരി ഫാത്തിമമാരും വിലാസിനിമാരും ഒക്കെ സഹിച്ച ത്യാഗങ്ങളുടെ ഫലമാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരുന്ന് ഈ സാഹിത്യ ചർച്ച പോലും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ മേരി അവരുടെ എല്ലാം പ്രതീകമാണ്.
കൂടുതൽ ശക്തയായി പുറത്തേക്ക് വരാൻ ഒരു പുരുഷൻ്റെ തണലില്ലെങ്കിൽ ഏത് സ്ത്രീക്കും സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എത്രമാത്രം ശരിയാണെന്ന് ശാസ്ത്രീയമായി പറയാനാവില്ല. അടുത്ത പുസ്തകം എന്ന് പറയുന്നത് ഈ പുസ്തകം പോലെ തന്നെ ആരോടും പകരം വീട്ടലോ ആർക്കുമുള്ള മറുപടിയോ അല്ല. ഒരു പുസ്തകം എഴുതി അത് DC-യോ മാതൃഭൂമിയോ മറ്റേതെങ്കിലും പ്രസാധകരോ പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞാൽ അത് വായനക്കാരുടെ ഉൽപ്പന്നമാണ്. അതിനെ നമ്മൾ ബ്രിട്ടാനിക്ക ബിസ്ക്കറ്റ് മേടിച്ച് അതുണ്ടാക്കിയ ആൾക്കാരുടെ കാര്യങ്ങൾ സംസാരിക്കാറില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ ചവയ്ക്കും, ഇഷ്ടമുള്ള പോലെ കഴിക്കും. ചിലർ കാപ്പിയിൽ മുക്കി കഴിക്കും, ചിലർ നേരിട്ട് കടിച്ച് കഴിക്കും. വായനക്കാർ സൗകര്യമുള്ളതൊക്കെ പറയട്ടെ. ഇനി സഭയിലുള്ളവരും തീവ്രവാദികളും ഒക്കെ പറഞ്ഞോട്ടെ. ഇനിയിപ്പോൾ ഞാൻ മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലല്ലോ, ഞാൻ അവിടെ ദോഷമൊന്നും കണ്ടിട്ടില്ല. ഇനി ഈ മതം എന്നൊക്കെ പറയുന്നത് മരിയായ്ക്ക് വിശ്വാസമില്ലാത്ത ആളാണ്, ഞാൻ വിശ്വാസമുള്ള ആളാണ്. ഞാൻ മരിയ വിശ്വസിക്കുന്നില്ലാത്തതിനെ പൂർണ്ണമായും ബഹുമാനിക്കുന്നു. എനിക്ക് കിട്ടിയിരിക്കുന്ന കഥയനുസരിച്ച് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന കഥയനുസരിച്ച് ജീവിക്കുന്നത് മോശമാണെന്ന് പറയാൻ ഞാൻ തയ്യാറല്ല. പിന്നെ ഭയം കൊണ്ടല്ല ഞാൻ ഈശ്വരനെ കാണുന്നത്. മതങ്ങൾക്കുള്ള മറുപടിയല്ല ഒരു പുസ്തകങ്ങളും. ഞാൻ ഒരു മതത്തെയും വിശ്വസിക്കുന്നില്ല. ഒരു ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇസ്ലാം റിലീജിയനെ നമ്മൾ വിമർശിക്കാൻ പോകുന്നത് എന്താ? അത് കൊള്ളിയല്ല, ഇത് കൊള്ളിയല്ല, വെറുതെ നമുക്കറിയത്തില്ലാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല. എന്താണ് ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന മുസ്തഫ? അവൻ്റെ അള്ളായിൽ നിന്ന് എത്ര ദൂരെയാണ്, എന്നിട്ട് അവൻ മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു വൈരുദ്ധ്യമില്ലേ എന്നുള്ളത് തന്നെയാണ് ഈ സഭകളെക്കുറിച്ച് പറയുമ്പോഴും. അവർക്കൊന്നും മറുപടി കൊടുക്കാൻ നമുക്ക് നേരെയില്ല. എഴുത്തുകാരൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് എഴുതുക എന്നത് മാത്രമാണ്. മറുപടി കൊടുക്കാനും പ്രതികാരം ചെയ്യാനും എഴുതുമ്പോൾ എഴുത്തിലെ അക്ഷരങ്ങളിലെ ആത്മാവ് അന്ത്യവിശ്രമത്തിന് തയ്യാറാണ്. ഒരു ക്ലാരിഫിക്കേഷനാണ്. മാം പറഞ്ഞു ക്രിസ്ത്യാനിറ്റിയിൽ മതം വിട്ട ഒരാൾ ശപിക്കപ്പെട്ട ഒരാളായിട്ട് കണക്കാക്കുന്നു എന്ന്. അത് ക്രിസ്ത്യാനിറ്റിയിലാണോ സഭയിലാണോ ക്രിസ്തു മാർഗത്തിലാണോ? ഞാൻ അറിയുന്ന ക്രിസ്തു മാർഗത്തിലും ക്രിസ്ത്യാനിറ്റിയിലും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. അത് സഭ എന്ന് തിരുത്തേണ്ടതല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സഭയുടെ കൊള്ളരുതായ്മകൾ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോളിലേക്ക് ഇംപ്ലൈ ചെയ്യുന്നത് ശരിയാണോ? ആ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തേണ്ട സ്റ്റേറ്റ്മെൻ്റ് അല്ലേ എന്നാണ് എൻ്റെ ക്വസ്റ്റ്യൻ. സാറ് പറഞ്ഞ പോലെ സഭയും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വിടവ്, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിൽ നമ്മൾ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ എന്നല്ല, ചില സഭകളുടെ പ്രശ്നമായിട്ട് അത് കണക്കാക്കേണ്ടതല്ലേ എന്നാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ മലയാളത്തിൽ അതിനെ തിരുസഭ എന്ന് കാത്തലിക്സ് വിളിക്കും, അല്ലാത്തവർ സഭ എന്ന് വിളിക്കും. ഞാനത് ഇംഗ്ലീഷിൽ ഉപയോഗിച്ച ക്രിസ്ത്യാനിറ്റി. ശാപം, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: മഠത്തിൽ നിന്നോ പോന്നു, അവൾക്കിപ്പോൾ പള്ളിയുമില്ല പട്ടക്കാരനുമില്ല, ശപിക്കപ്പെട്ടവൾ. അത് തന്നെ മതി എനിക്ക് വെരിഫിക്കേഷൻ ചെയ്യുവാനും. എന്നോടുള്ള സമീപനം കുടുംബത്തിൻ്റെയും സോകോൾഡ് വിശ്വാസികളുടെയും സമീപനത്തിൽ നിന്ന് തന്നെ എനിക്കറിയാം ശാപം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞാൻ എന്നെ തന്നെ ശപിക്കപ്പെട്ടവളായിട്ട് കണക്കാക്കാറില്ല. യെസ്, അപ്പോൾ അത് സഭയുടെയാണ്, അതിൽ നോട്ട് ആസ് എ ക്രിസ്ത്യാനിറ്റി ആസ് എ ഹോൾ. സോ ക്രിസ്ത്യാനിറ്റി മീൻസ് മലയാളത്തിൽ എന്ത് പറയും? സഭ. മറ്റ് ഈവൻ നൺസോ പ്രീസ്റ്റോ ഇല്ലാത്ത എത്രയോ ക്രിസ്ത്യൻ വിഭാഗങ്ങളുണ്ട്. സോ അത് ആ സഭയുടെ മാത്രമായ ഒരു പ്രശ്നമായി. സഭ എന്ന് പറയുന്ന ക്രിസ്ത്യാനിറ്റിയുടെ ഒരു മലയാളം വേർഷൻ അല്ലേ? അല്ലെങ്കിൽ ഒരു അതൊരു സെമാന്റിക്സ്. ഇറ്റ്സ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ലെറ്റ്സ് അഗ്രി. നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. എന്ത് തന്നെയായാലും രണ്ടുപേരും, ഞാൻ വ്യക്തിപരമായി അവരുമായിട്ട് എടുത്തപ്പോൾ വിമർശനങ്ങളെയൊക്കെ പനിനീർപ്പൂ പോലെ സ്വീകരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ്. അവരുടെ വിഷൻ, അതായത് രചന, മറ്റ് ആത്മകഥയല്ലാത്ത രചനകൾ വരുന്നുണ്ട്. അതൊക്കെ കൂടുതൽ വായിക്കപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രണ്ടുപേരോടും നന്ദി പറഞ്ഞുകൊണ്ട്, ഒപ്പം പ്രിയപ്പെട്ട എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം.